നമസ്കാരം. ഗവർണർ ഇരിക്കുന്ന അല്ലെങ്കിൽ ഗവർണറുടെ ഓഫീസായ രാജ്ഭവനിൽ ഏതൊക്കെ ചിത്രം വെക്കണം എന്ന് നിയമപരമായി എവിടെയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ? ഭരണഘടനാപരമായ ഓഫീസാണ്, രാഷ്ട്രപതി ഭവന്റെ കീഴിലുള്ള ഓഫീസാണ്. അവിടെ എന്ത് ചിത്രം വെക്കണം എന്നതിനെക്കുറിച്ച് ഒരു പ്രോട്ടോകോൾ കാണുമായിരിക്കും. എന്തായാലും ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രം വച്ചതുകൊണ്ടോ അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടോ ഭാരതാംബയെ നിന്ദിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടതുകൊണ്ടോ നിന്ദിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തിയതുകൊണ്ടോ ഇതിനൊന്നും ഒരു പരിഹാരം ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇവിടുത്തെ ഭാരതീയ സംസ്കാരം പേറുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ സാംസ്കാരിക സ്വത്വം എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗം തന്നെയാണ് മദർലാൻഡ് അല്ലെങ്കിൽ ദേശത്തെ അമ്മയായി കാണുക, മാതൃഭൂമിയായി കാണുക. മാതൃഭൂമി നമ്മൾ പറയാറില്ലേ, അതായത് മാതാവാണ്, ഭൂമി മാതാവാണ്, നമ്മൾ ജനിച്ച മണ്ണ് എന്ന് പറയുന്നതിന് അത്രയും വിശുദ്ധി കൽപ്പിക്കുന്ന ഒരു സംസ്കൃതിയാണ് നമുക്കുള്ളത്. അത് ഏത് മതാചാര പ്രകാരമാണെങ്കിലും ഇന്ത്യൻ ഭരണഘടന അത് അംഗീകരിക്കുന്നുമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ അതേക്കുറിച്ച് പ്രതിപാദിക്കുന്നുമുണ്ട്. മദർലാൻഡ് എന്നൊരു വാക്ക് ഭരണഘടനയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിലാണ് SFI മുൻ സംസ്ഥാന അധ്യക്ഷനും ഇപ്പോൾ CPM-ന്റെ യുവ തീപ്പൊരി നേതാക്കളിൽ ഒരാളുമായ PM ആർഷോ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് ഈ ഭാരതാംബയുടെ ഒരു ചിത്രവും അതുപോലെ ഭാരതത്തിന്റെ ഒരു ചിത്രവും, ഒരു ഭൂപടം ചേർന്ന ചിത്രവും പങ്കുവെച്ചുകൊണ്ടാണ് ആർഷോ എഴുതിയിരിക്കുന്നത്. ഈ ഭൂപടം ഇന്ത്യയുടേതാണോ? ഇന്ത്യയുടേതല്ല, പക്ഷെ ഇന്ത്യയുടേതായിരുന്നു. കാരണം അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം നമുക്ക് എല്ലാവർക്കും അറിയാം. അഫ്ഗാനിസ്ഥാനായും പാകിസ്ഥാനായും ബംഗ്ലാദേശായിട്ടും ഒക്കെ തന്നെ വിഭജിച്ച് പോകുന്ന, ഭൂട്ടാനും ആയിട്ടൊക്കെ തന്നെ വിവിധ രാജ്യങ്ങളായി വിഭജിച്ച് പോവുകയായിരുന്നു. നമ്മൾ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരൊറ്റ സങ്കല്പത്തിൽ നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചരിത്രാതീത കാലങ്ങൾക്ക് മുമ്പ്. അതവിടെ നിൽക്കട്ടെ. ഈ ചിത്രത്തിലുള്ള സിംഹം ദേശീയ മൃഗമാണോ? അല്ല, സിംഹം ദേശീയ മൃഗമല്ല, സമ്മതിക്കുന്നു, കടുവയാണ് മൃഗം. കോലിൽ കെട്ടിയത് ദേശീയ പതാകയാണോ? അല്ല, അതൊരു കാവി പതാകയാണ്. ചിത്രത്തിലുള്ള സ്ത്രീ ഭാരതാംബയുമല്ല. അല്ല, ഈ ചിത്രത്തിലുള്ള സ്ത്രീ ഭാരതാംബയാണോ എന്ന് അല്ല എന്ന് പറയാൻ ഭാരതാംബയെ PM ആർഷോ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സംഘി, അടുത്ത വരിയാണ് ശ്രദ്ധിക്കേണ്ടത്. സംഘി കിടപ്പുമുറിയിൽ കൊണ്ടുപോയി വെച്ച് തിരികൊളുത്തുകയോ പുഷ്പാർച്ചന നടത്തുകയോ ചെയ്യേ പൊതുപരിപാടിയിൽ വേണ്ട. ഈ സംഘികൾ ഭാരതാംബയുടെ ചിത്രം കിടപ്പുമുറിയിൽ കൊണ്ടുവച്ച് തിരികൊളുത്തുന്നത് ആർഷോ കണ്ടിട്ടുണ്ടോ ഇതിനു മുൻപ്? ആരുടെയൊക്കെ ഏതൊക്കെ സംഘികളുടെ കിടപ്പുമുറിയിൽ PM ആർഷോ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പോയി നോക്കിയിട്ടുണ്ട് നമുക്കറിയില്ല. എന്തൊക്കെ വന്നാലും സംഘി ചെയ്യുന്നത് ഭാരതീയ സംസ്കാരത്തിന് ചേർന്നതും ഭാരതീയ സംസ്കാരത്തിന് യോജിച്ചതുമായ കാര്യങ്ങളും ഭക്തിപൂർവമായ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള കാര്യങ്ങളും ഈശ്വരമാർഗത്തിലുള്ള കാര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുമാണ് സംഘികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ പരിഹസിക്കുന്ന സംഘപ്രവർത്തകർ ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ കഞ്ചാവ് വലിച്ചും അല്ലെങ്കിൽ തോന്നിയവാസം കാണിച്ചും രാത്രിയും പകലുമെന്നില്ലാതെ ആണും പെണ്ണും ഒരു നിയന്ത്രണവുമില്ലാതെ കണ്ടടം ഓടി നടന്നിട്ട് അത് സ്വാതന്ത്ര്യമാണെന്ന് പറയുകയും ഫെമിനിസമാണെന്ന് പറയുകയും ആവശ്യമില്ലാത്ത മയക്കുമരുന്നും അതുപോലെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുകയും ഒരു വ്യക്തി പറഞ്ഞതുപോലെ MDMA രാസവസ്തുവാണ്, അപ്പം H2O വെള്ളവും രാസവസ്തുവല്ലേ, അപ്പം MDMA ഈ വെള്ളം കുടിക്കുന്നവനെ MDMA കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ വിഷം രാസവസ്തുവല്ലേ, അതൊരു രാസഘടകമല്ലേ, അത് കഴിച്ചാലും കുഴപ്പമില്ല, ഈ പറഞ്ഞയാൾക്ക് ഈ വിഷമെടുത്ത് കഴിക്കാനുള്ള ധൈര്യമുണ്ടോ? അപ്പം അത്തരത്തിൽ ഇപ്പം ആധുനികതയുടെ പേരിൽ, സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ, അതുപോലെ ഫെമിനിസത്തിന്റെ പേരിലൊക്കെ തന്നെ പലതരത്തിലുള്ള മോശമായ സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ധാരാളം റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, കിടപ്പുമുറിയിൽ കൊണ്ടുപോയി വെക്കുക. സ്ത്രീ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഭാരതാംബയായാലും ശരി വേറെ ഏത് സ്ത്രീ സങ്കല്പമായാലും സ്ത്രീകളെയൊക്കെ തന്നെ കിടപ്പുമുറിയിൽ കൊണ്ടുപോകുന്ന സംസ്കാരമാണോ ഇവിടെ പാലിച്ചു പോരുന്നത്? കിടപ്പുമുറിയിൽ ഭാര്യ അല്ലെങ്കിൽ കാമുകി അങ്ങനെയുള്ള ആളുകളെയാണ് സാധാരണ കിടപ്പുമുറിയിലെ സ്ത്രീകളായി കണക്കാക്കുന്നത്. സ്ത്രീകൾ വെറും കിടപ്പുമുറിയിലെ ആളുകൾ മാത്രമല്ല, സ്ത്രീകൾക്ക് മറ്റു പല ജോലികളുമുണ്ട്, മറ്റു പല ഉത്തരവാദിത്തങ്ങളുമുണ്ട്. കിടപ്പുമുറി എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങുന്ന മുറി എന്നാണ് ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. സംഘി കിടപ്പുമുറിയിൽ കൊണ്ട് വച്ചോളൂ ഭാരതാംബയുടെ ചിത്രം എന്ന് പറഞ്ഞതിനകത്ത് ഒരു ദ്വയാർത്ഥ പ്രയോഗമില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പുരുഷനും സ്ത്രീയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ചിത്രമൊക്കെ കോളേജ് ക്യാമ്പസിലും മറ്റും വരച്ചു വെച്ചിട്ട് ഇതാണ് സ്വാതന്ത്ര്യം, ഇതാണ് ഇങ്ങനെയാണ് വേണ്ടത്, ആർക്കും എന്തും കാണിക്കാം എന്നുള്ള നിലവാരത്തിലേക്കൊക്കെ തന്നെ SFI ഇദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, ഇദ്ദേഹം അധ്യക്ഷനായിരിക്കുമ്പോൾ പല കോളേജുകളിലും പടം വരയ്ക്കുകയും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ്, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭാരതാംബ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ ഭാരതീയർ തീർച്ചയായിട്ടും മാനിക്കും, തീർച്ചയായിട്ടും അംഗീകരിക്കും. ഇവരെപ്പോലുള്ളവരല്ല കേട്ടോ. ഇദ്ദേഹത്തിന്റെ ഈ PM ആർഷോയുടെ പാത പിന്തുടരുന്നവരുടെ കാര്യമല്ല പറയുന്നത്, സാധാരണ ജനങ്ങൾ, അതിപ്പോൾ ഏത് മതസ്ഥരായാലും മാതൃഭൂമി അല്ലെങ്കിൽ മദർലാൻഡ് എന്ന് പറയുന്നതിന് ഒരു വിശുദ്ധിയൊക്കെ തന്നെ, ഒരു പവിത്രതയൊക്കെ തന്നെ കൽപ്പിക്കും. അതിലേക്ക് കയറി അനാവശ്യ ചൊറിച്ചിലുകൾ നടത്താതിരിക്കുകയാണ് അഭികാമ്യം തീർച്ചയായിട്ടും. കാരണം ആയിരക്കണക്കിന്
വിശ്വാസികളുടെയും കോടിക്കണക്കിന് ഭാരതീയരുടെയും ഒക്കെ തന്നെ മനസ്സിനെയും അവരുടെ ചിന്തകളെയും ഒക്കെ മുറിവേൽപ്പിക്കുന്ന പ്രസ്താവനകൾ ഇക്കൂട്ടർ. ഇപ്പോൾ ആർഷോ പറഞ്ഞത് ഇന്ത്യ മുഴുവൻ പടർന്നു കൊണ്ടേയിരിക്കും എന്നൊന്നുമല്ല, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയും എന്നൊന്നുമല്ല. എന്നാൽ പോലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു പൊതുപ്രവർത്തകൻ നടത്താതിരിക്കുകയാണ് അഭികാമ്യം എന്ന് തോന്നുന്നു.